ഗവർണർ രാജേന്ദ്ര അർലേക്കറിന് കണ്ണൂരിൽ നിന്നുള്ള ആദ്യ പരാതി സർവകലാശാലയെക്കുറിച്ച് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസാണ് കെയർഇപ് സോഫ്റ്റ്വെയറിന്റെ മറവിൽ കണ്ണൂർ സർവകലാശാലയിൽ നടന്ന വ്യാജ കോഴ്സിനെക്കുറിച്ച് പരാതി നൽകിയത്. അംഗീകാരമില്ലാത്ത കോഴ്സിന് പരീക്ഷയടക്കം നടന്നിരുന്നു. കെയർഇപ് സോഫ്റ്റ്വെയറിന്റെ മറവിൽ കണ്ണൂർ സർവകലാശാലയിൽ വലിയ തട്ടിപ്പ് നടന്നതായി KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. മുഹമ്മദ് ഷമ്മാസ് നേരത്തെ ആരോപണമുന്നയിച്ചിരുന്നു. തെളിവുകൾ സഹിതം പുറത്തുവിട്ടാണ് ആരോപണമുന്നയിച്ചത്. ഇതിനു പിന്നാലെ KSU സർവകലാശാല ആസ്ഥാനത്ത് ഉപരോധവും സംഘടിപ്പിച്ചിരുന്നു. ഇതേക്കുറിച്ച് സർവകലാശാല അന്വേഷണം നടത്തുന്നതിനിടെയാണ് ഷമ്മാസ് ചാൻസലർ കൂടിയായ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിന് പരാതി നൽകിയത്. വൈസ് ചാൻസലർക്കും രജിസ്ട്രാർക്കും ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് പരാതി നൽകിയത്. വ്യാജ അഡ്മിഷൻ ക്രമക്കേടിന് പിന്നിലെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കണമെന്നാണ് പരാതിയിലെ ഉള്ളടക്കം. കഴിഞ്ഞയാഴ്ച പ്രഖ്യാപിച്ച 4 വർഷ ഡിഗ്രി കോഴ്സിന്റെ 1ാം സെമസ്റ്റർ പരീക്ഷാഫലം സർവകലാശാല ഔദ്യോഗികമായി പുറത്തുവിടുന്നതിനു മുമ്പ് കെയർഇപ് സോഫ്റ്റ്വെയറിലൂടെ ഫലം ചോരുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഇതേക്കുറിച്ചും അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കെയർഇപ് സോഫ്റ്റ്വെയറിനെ മറയാക്കി കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലെ അഫിലിയേറ്റഡ് കോളേജായ WMO ഇമാം ഗസാലി ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സർവകലാശാല അംഗീകാരം നൽകാത്ത BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കോഴ്സ് വ്യാജമായി ആരംഭിക്കുകയും 31 വിദ്യാർത്ഥികൾക്ക് വ്യാജമായി തന്നെ സർവകലാശാല അധികൃതരുടെ ഒത്താശയോടെ പ്രവേശനം നൽകിയെന്നുമാണ് പരാതിയിൽ പറയുന്നത്. അംഗീകാരമില്ലാത്ത കോഴ്സിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ കെയർഇപ് സോഫ്റ്റ്വെയർ വഴി പരീക്ഷയ്ക്കായി രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ ഫലം കെയർഇപ് വഴി പുറത്തുവരികയും ചെയ്തിട്ടുണ്ട്. അംഗീകാരമില്ലാത്ത കോഴ്സിന്റെ പരീക്ഷാഫലം ഔദ്യോഗികമായി സർവകലാശാല തന്നെ പ്രസിദ്ധീകരിക്കുന്ന സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇക്കാര്യത്തിൽ സർവകലാശാല നടത്തുന്ന അന്വേഷണം തൃപ്തികരമല്ലെന്നും പലതും മറച്ചുവെച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് നടക്കുന്നതെന്നുമാണ് മുഹമ്മദ് ഷമ്മാസിന്റെ ആക്ഷേപം. കണ്ണൂർ സർവകലാശാലയിൽ നടക്കുന്ന ഗുരുതരമായ ക്രമക്കേടുകളെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്നും ഗവർണറോട് P. മുഹമ്മദ് ഷമ്മാസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.